ഫാസ്ടാഗ് നേരെ ചൊവ്വെ ഒട്ടിച്ചു വെച്ചില്ലെങ്കിൽ വാഹനങ്ങൾ കരിമ്പട്ടികയിൽ. ദേശീയപാത അതോറിറ്റിയാണ് ഇങ്ങനെ ചെയ്യാൻ ടോൾ പിരിവ് ഏജൻസികളോട് നിർദ്ദേശിച്ചത്. ഫാസ്ടാഗ് കയ്യിലോ ഡാഷ്ബോർഡിലോ വെച്ചാൽ പോരാ, ടോൾ ഈടാക്കുന്നതിലെ കാലതാമസം കുറയ്ക്കുന്നതിനാണ് നടപടി. ഈ വെള്ളിയാഴ്ച ദിനത്തിൽ വെള്ളിവില സർവകാല റെക്കോർഡിൽ. കിലോഗ്രാമിന് മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ചിൽ വില 1,11,000 രൂപ. ഡിമാൻഡ് കൂടിയതും ലഭ്യത ഉയരാത്തതുമാണ് കാരണം. സ്വർണ്ണവില വർധനയ്ക്കിടയിൽ വെള്ളി ആഭരണവും പുതിയ ട്രെൻഡ്. അതിവേഗ ഉപഭോക്തൃ സാധന വിപണന രംഗത്ത് പ്രമുഖരായ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ തലപ്പത്ത് ഇതാദ്യമായി മലയാളി വനിത. കമ്പനി മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി പ്രിയ നായർ ഓഗസ്റ്റ് 1 ചുമതലയേൽക്കും. യൂണിലിവർ ഓഹരികൾക്ക് മുന്നേറ്റം. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഡിസംബറോടെ ഇന്ത്യയിൽ ലഭ്യമായേക്കും. സ്റ്റാർലിങ്ക്, റിലയൻസ് ജിയോ SCS, യൂട്ടൽസാറ്റ്, വൺവെബ് എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രവർത്തന അനുമതി. സ്പെക്ട്രം അനുവദിച്ച് 1 മാസം കൊണ്ട് സേവനം നൽകി തുടങ്ങാം. ചൈനയിൽ നിന്ന് റെയർ എർത്ത് മാഗ്നറ്റ് കിട്ടാൻ പ്രയാസം നേരിടുന്നതിനാൽ ആഭ്യന്തര ഉൽപാദനം കൂട്ടാൻ നടപടി. 1345 കോടി രൂപ ഇതിന് വകയിരുത്തിയതായി കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.